Hello dears, welcome to Rise Education. It's me Suhaida. നമ്മൾ എന്താണ് ഒരു പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ CBSEയിലെ സയൻസിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സയൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിലെന്താണ് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറയുന്ന ഏരിയാസിലായിരിക്കും ചാപ്റ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഈ 13 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണ് ബയോളജിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സുകൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എന്താണ് 13 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുണ്ടായിരിക്കുക. അതിൽ 2ാമത്തെ ചാപ്റ്ററും 3ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ എന്താണ് 12ഉം 13 ഈ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ബയോളജി എന്ന് പറയുന്ന ഏരിയാസിൽ പഠിക്കാനുണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ദ ഇൻവിസിബിൾ ലിവിങ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ അറിയാം എന്താണ്, നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട് നമുക്ക് ചുറ്റുമായിട്ട്. സോ അവരെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് കാണാൻ പറ്റുന്ന ലിവിങ് ഓർഗാനിസംസ് മാത്രമല്ല നമുക്കുള്ളത് എന്താണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. സോ അതിന് എക്സാമ്പിളാണ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, സോ നമ്മളിവിടെ മെയിനായിട്ട് പഠിക്കുക മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണ്, അവരെ കൊണ്ടുള്ള ഹാംഫുൾ എഫക്ട്സുകൾ എന്തൊക്കെയാണ്, ആൻഡ് ഓൾസോ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എഫക്ട്സുകൾ ഉണ്ട് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചിട്ട്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ എന്താണ്, ഈ എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ബേസിക് ആയിട്ട് നമ്മൾ പറയുക ആരാണ് മക്കളെ? സെല്ലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒരു സെല്ല് എന്താണ്, സെല്ലിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഓർഗനൽസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ സെല്ലായിക്കോട്ടെ മൈക്രോ ഓർഗാനിസംസ് ആയിക്കോട്ടെ ഇവർക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റില്ല. സോ അവിടെ ആയിരിക്കും നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോവുക. അതേപോലെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇവരൊന്നും കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റില്ല. സോ എങ്ങനെ കാണും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരില്ലേ? യെസ്, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് എത്ര ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ട്, എങ്ങനെയാണ് ഒരു ഹ്യൂമൻ സെല്ല് എന്ത് ചെയ്യുന്നത്, ഒബ്സേർവ് ചെയ്യുന്നത്, അനിമൽ സെല്ല് എങ്ങനെ ഒബ്സേർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് എങ്ങനെ ഒബ്സേർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, അല്ലെങ്കിൽ ചാപ്റ്റർ 2 കഴിഞ്ഞിട്ടുണ്ട്. ദെൻ 3ാമത്തെ ചാപ്റ്റർ ആണ് വരുന്നത് എന്താണ്, ഹെൽത്ത് ദ അൾട്ടിമേറ്റ് ട്രഷർ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം, ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ്, യെസ് നിങ്ങൾ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഹെൽത്ത് എന്താണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആസ്പെക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയും മെൻ്റൽ ആണ്, ഫിസിക്കൽ ആൻഡ് എന്താണ് സോഷ്യൽ വെൽബീയിങ്ങിനെയാണ് നമ്മളൊരു ഹെൽത്തി പേഴ്സൺ അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാറ്. സോ അങ്ങനെ ഒരു ഹെൽത്തി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ ലൈഫ് സ്റ്റൈലുകൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിലും നമ്മൾ പാലിക്കേണ്ട ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യും. ഇതൊക്കെ എന്താണ് നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ എന്തായിരിക്കും, യെസ് മിസ്റ്റേക്കുകളിൽ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നമുക്ക് തിരുത്താം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ നമുക്കൊരു ഡിസീസ്ഡ് ആയി അല്ലെങ്കിൽ ഒരു ഹെൽത്തി അല്ലാത്ത പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരും എന്താണ്, യെസ് അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? യെസ്, അപ്പോൾ എന്താണ് ഈ ഡിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആരാണ് ഡിസീസസിന് കോസ് ചെയ്യുന്നത്, ആൻഡ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിസീസുകളുണ്ട്, അതാണ് ഇവിടെ പറയുന്നത് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ളത്. സോ എത്ര ടൈപ്സ് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ അണ്ടറിൽ പറയും. സോ അങ്ങനെ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കണം. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്തിട്ടും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിലൂടെ നല്ലൊരു ഹാബിറ്റാറ്റും കൂടെ ബിൽഡ് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാം. ഓക്കെ അല്ലേ? സോ അങ്ങനെ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് എന്താണ്, 12ാമത്തെ ചാപ്റ്ററാണ്. 12ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൗ നേച്ചർ വർക്ക്സ് ഇൻ ഹാർമണി എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ്
നമുക്ക് എന്താ നമ്മുടെ നേച്ചറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ മാത്രമാണോ ഈ ഒരു നാച്ചുറലുള്ളത്? ഒബ്വിയസ്ലി അല്ല. നമ്മളെന്താണ് ലിവിങ് ആയിട്ടുള്ള ആളുകളുണ്ട്. ലിവിങ് തന്നെ എന്തുണ്ട്? നമുക്ക് കാണാൻ പറ്റുന്ന ലിവിങ് ആയിട്ടുള്ളതുകൊണ്ട് കാണാൻ പറ്റാത്ത ലിവിങ് ഓർഗാനിസംസും ഉണ്ട് എന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. സോ അവരുണ്ട്. ലിവിങ് ആയിട്ട് മാത്രമല്ല നോൺ ലിവിങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇവരെല്ലാം എന്താണ് അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് പരസ്പരം ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു നാച്ചുറലുള്ളത്. സോ അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആരൊക്കെയാണ് നമ്മുടെ നാച്ചുറലുള്ള ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മൾ മാത്രമാണോ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരു സ്പീഷീസ് മാത്രമാണോ ഉള്ളത്? അല്ല, നമ്മളെ മാത്രമല്ല നമ്മളെ പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളുണ്ട്. അതേപോലെ തന്നെ എന്താണ് അബയോട്ടിക് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം കൂടെ എന്താണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു ഹാബിറ്റാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്ത് പരസ്പരം സഹായിച്ചും അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു ഹാർമണിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. സോ അവിടെ എന്ത് ചെയ്യും? നമ്മുടെ ഒരു ഫുഡ് ചെയിൻ എന്താ, ഫുഡ് വെബ് എന്താ, നമ്മളെങ്ങനെ ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നു, അവരെങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു ബെനിഫിഷ്യൽ ഇൻട്രാക്ഷൻസും ഹാർംഫുൾ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും ഒക്കെ നമ്മളിവിടെ പറയും. ഇതും നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഇത് പറയുന്ന സമയത്ത് ഇതായിരുന്നു അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനും നേച്ചറിൽ കാണുന്ന കാര്യങ്ങളും ആയിരിക്കും ഇവിടെ നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? 12ാമത്തെ ചാപ്റ്റർ കഴിയും. പിന്നെ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഏതാണ്? Our home earth, a unique life സസ്റ്റെയിനിങ് പ്ലാനറ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്ലാനറ്റിൽ മാത്രമാണ് ഇതുപോലെ ലിവിങ്ങും നോൺ ലിവിങ്ങും ഒക്കെ ആയിട്ടുള്ള ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതുപോലെ യുണീക്ക് ആയിട്ടുള്ള വേറൊരു പ്ലാനറ്റ് ഇല്ല. സോ അതുകൊണ്ട് നമ്മുടെ ഹോമായുള്ള എർത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ? ഡെഫിനറ്റ്ലി നമ്മൾ ഈ ചാപ്റ്ററിൽ അതാണ് ഫോക്കസ് ചെയ്യുക. എർത്ത് എന്താണ്, എർത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ലെയേഴ്സ് വരുന്നത്, അതൊക്കെ അതായത് എർത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എർത്തിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവിടെ ലൈഫ് ഉണ്ടാവാനുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എങ്ങനെ എന്ത് ചെയ്യുന്നു ഒരു ലൈഫ് ജീവിക്കുന്നു, അതെങ്ങനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തതിലേക്കും എന്തുണ്ടാവുന്നുണ്ട്, അത് പാസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു കണ്ടിന്യൂഷൻ നിലനിർത്തുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി എന്ത് പറയുന്നത്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഓർഗാനിസംസ് നമ്മുടെ എർത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും കൂടെ ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ മനസ്സിലായില്ലേ? നമ്മുടെ ഇവിടെ എന്താണ് ചുറ്റും ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും ആയിട്ടുള്ളതുണ്ട്. ആൻഡ് ഓൾസോ എന്ത് ചെയ്യുന്നു? അവരെല്ലാം ഈ ഒരു എർത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മളെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആയുള്ള എർത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ള ഓവറോൾ ഐഡിയ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ബയോളജിയിലെ ഏരിയാസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു 360 ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്കിതുപോലെ അടിപൊളിയായിട്ട് എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് നിങ്ങളുടെ അതായത് സ്കൂൾ ബേസ്ഡ് ആയുള്ള കരിക്കുലം മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് AI ഫ്യൂച്ചർ ടീച്ചിങ് ബേസിസ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പിൽ എന്താണ് ഒരുപാട് സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള മൊഡ്യൂളുകളും അതേപോലെ നിങ്ങൾ സിവിൽ സർവീസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരുപാട് എക്സാംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഒക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 മന്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ക്ലാസ്സിൻ്റെ പാർട്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 500 സ്റ്റുഡൻസിന് 50% സ്കോളർഷിപ്പോടെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പം മക്കളെ ഒന്നും ആലോചിക്കേണ്ട, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം മക്കളെ ഓൾ ദ ബെസ്റ്റ് ആൻഡ് സീ യു.